CPM മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനുമായുള്ള പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം തീവ്ര ശ്രമത്തിൽ. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചു. ഉദ്ഘാടന നോട്ടീസിൽ സുധാകരന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയത് നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ്. വർഷങ്ങളായി പാർട്ടി പരിപാടികളിൽ നിന്നും സർക്കാർ ചടങ്ങുകളിൽ നിന്നും അദ്ദേഹത്തെ തഴയുന്നുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു. നേരിട്ടുള്ള അനുനയ ചർച്ചകൾക്കായി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ഹരിശങ്കർ എന്നിവർ പുന്നപ്രയിലെ സുധാകരന്റെ വസതിയിലെത്തി. മൂവരും തമ്മിൽ ഏറെ നേരം ചർച്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് വിവരം. പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് നേതാക്കൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായാണ് അറിയുന്നത്. എന്നാൽ താൻ അസ്വസ്ഥനാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സുധാകരൻ നിലപാടെടുത്തു. മുഹമ്മദ് റിയാസിനോട് ഇക്കാര്യം അദ്ദേഹം നേരത്തെ ഫോണിലൂടെ വ്യക്തമാക്കിയതാണ്. തന്നെ മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടത് താനാണെങ്കിലും പല ഉദ്ഘാടനങ്ങളും തന്നെ ഒഴിവാക്കുന്നതിലുള്ള വലിയ പ്രതിഷേധം അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. വീടിന് മുന്നിൽ നടക്കുന്ന പരിപാടികളിൽ പോലും ക്ഷണിക്കാറില്ലെന്ന പരാതി അദ്ദേഹം ഉന്നയിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അപമാനിക്കുന്നു എന്ന രീതിയിൽ പരസ്യമായി പരിഹസിച്ചു എന്നതും സുധാകരനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഇത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമായി തുറന്നടിക്കുകയും ചെയ്തു. പിന്നീട് MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി R നാസറും ഫോണിലൂടെ സുധാകരനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ R നാസറിന്റെ കോൾ അദ്ദേഹം എടുക്കാൻ തയ്യാറായിരുന്നില്ല. താൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം കേട്ട് ചിരിച്ചതാണെന്നും അല്ലാതെ സുധാകരനെ പരിഹസിച്ചതല്ലെന്നും MV ഗോവിന്ദൻ ഫോണിലൂടെ വിശദീകരണം നൽകി. എങ്കിലും ഈ വിശദീകരണം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. 63 വർഷം നീണ്ട പാർട്ടി അംഗത്വ ചരിത്രമുള്ള താൻ ഇനി അംഗത്വം പുതുക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചത് വലിയ വിവാദമായിരുന്നു. പാർട്ടിയിൽ തുടർന്ന് നേതാക്കൾക്ക് താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. പ്രാദേശിക നേതൃത്വത്തിന്റെ തുടർച്ചയായ അവഗണനയാണ് തന്നെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ആത്മാഭിമാനം പണയപ്പെടുത്തി പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. നേതൃത്വം ഇപ്പോൾ നടത്തുന്ന അനുനയ ശ്രമങ്ങൾ വൈകിയാണോ എന്ന ചോദ്യം പ്രവർത്തകർക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. സുധാകരന്റെ നിസ്സഹരണം പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് തിരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആലപ്പുഴയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയേക്കാം. അതിനാൽ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. ജി സുധാകരന്റെ അതൃപ്തി സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായതോടെ പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കിയിരുന്നു. മുതിർന്ന നേതാക്കളെ പാർട്ടി അപമാനിക്കുന്നുവെന്ന പ്രചാരണം BJPയും കോൺഗ്രസും ശക്തമാക്കിയിരുന്നു. തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കിടയിൽ സുധാകരൻ തന്റെ നിലപാടിൽ അയവ് വരുത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പാർട്ടി അണികൾ. അനുനയ നീക്കങ്ങൾ വിജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകളിൽ മാറ്റം വരുത്താൻ സാധിക്കൂ. ഒരു കാലത്ത് ആലപ്പുഴ ജില്ലയിലെ CPIM രാഷ്ട്രീയത്തിന്റെ കുന്തമുനിയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതായും അഭിപ്രായപ്പെടുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അദ്ദേഹം തന്റെ അന്തിമ തീരുമാനമെടുക്കുക. പാർട്ടി അദ്ദേഹത്തെ എത്രത്തോളം പരിഗണിക്കുന്നു എന്നതിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. അതേസമയം പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും അത് ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നുമാണ് CPM ഔദ്യോഗിക നിലപാട്. അനുനയ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് നേതൃത്വം അറിയിക്കുന്നത്. വിഷയത്തിൽ കൂടുതൽ മൗനം പാലിക്കാനാണ് സുധാകരൻ നിലവിൽ ആഗ്രഹിക്കുന്നത്. എന്തായാലും ആവേശകരമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ആലപ്പുഴ സാക്ഷ്യം വഹിക്കുന്നത്.